Sky Gold, elegance of beauty. മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും വി പ്രകാശ് സ്മാരക ട്രസ്റ്റും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ ഐനുവിന് ഒരു സ്നേഹവീട് പദ്ധതിയുടെ താക്കോൽ ദാനം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പീടികപ്പടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി MP അനിൽകുമാർ താക്കോൽ ദാനം നിർവഹിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 22-ാം വാർഡിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നിർധനയായ യുവതിക്ക് സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകിയത്. മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും വി പ്രകാശ് സ്മാരക ട്രസ്റ്റും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ ഐനുവിന് ഒരു സ്നേഹവീട് പദ്ധതിയുടെ താക്കോൽദാന കർമ്മം പീടികപ്പടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു. നിർധന കുടുംബങ്ങൾക്കായി കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടാണ് എല്ലാ സൗകര്യങ്ങളോടെയും ഒരുക്കി പൂർത്തീകരിച്ച് കൈമാറിയത്. ജനപ്രതിനിധികൾ, കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. വീടില്ലാത്തവർക്ക് കൂരയൊരുക്കുന്ന ഈ സ്നേഹപ്രവർത്തനം മാതൃകാപരമാണെന്നും എല്ലാ കുടുംബത്തിനും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാരും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. മഹിളാ കോൺഗ്രസും വി പ്രകാശ് സ്മാരക കമ്മിറ്റി ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവുക ആ ഉദ്ദേശത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഞാൻ എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഏത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്നത് മഹിളാ കോൺഗ്രസ് ഇന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും മാതൃകാപരമാണ്, ഏറ്റവും ശക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്തുൾപ്പെടെ മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പേരിന് മാത്രമായിരുന്ന മഹിളാ കോൺഗ്രസ് ഇന്ന് മണ്ഡലം തലങ്ങൾ ഉൾപ്പെടെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന കരുത്തുറ്റ ഒരു സംഘടനയായി ജബി മേത്തറുടെ നേതൃത്വത്തിൽ മാറാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സാംബോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2026 ഗോൾഡ് മെഡൽ ജേതാവായ ഫാത്തിമ മിൻഹയ്ക്ക് വലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. 26 ഗോൾഡ് മെഡൽ ജേതാവ് ഫാത്തിമ മിൻഹ, വലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. അഡ്വക്കേറ്റ് ജബി മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ഞളാംകുഴി അലി MLA മുഖ്യാതിഥിയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി KS അനീഷ് പദ്ധതി വിശദീകരണം നടത്തി. ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട അനിയേട്ടന് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോട് കൂടി തന്നെയാണ് ഈ പരിപാടിക്ക് അദ്ദേഹത്തെ വീണ്ടും ഞങ്ങൾ ഈ താക്കോൽ ദാനത്തിന് ക്ഷണിച്ചത്. പ്രിയപ്പെട്ട അനിയേട്ടനെ കുറിച്ച് വാക്കുകൾ തന്നെ ഇല്ല. കഴിഞ്ഞ 10 വർഷക്കാലം മലപ്പുറത്തിന്റെ കലക്ടറേറ്റിന്റെ മുൻപിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞാനിവിടെ മഹിളാ കോൺഗ്രസുകാരെ ഇരുത്തി പറയുമ്പോൾ എനിക്കൊരു ദിവസത്തെ അനുഭവമുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കലക്ടറേറ്റിന്റെ ഉള്ളിലേക്ക് ഗ്യാസും കുറ്റിയുമായി പോയി അവിടെ സമരം സംഘടിപ്പിച്ചപ്പോ അനിയേട്ടനും പ്രിയപ്പെട്ട ജോയിയും അവിടെയില്ല, ഞാനും ഷാജിക്കാട്ട് പോറയും മാത്രമാണ് മലപ്പുറത്തുള്ളത്. രാത്രി 12:30-ക്കും 1:30-ക്കും 2 മണി വരെ പോലീസ് സ്റ്റേഷനകത്ത് വനിതാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇരിക്കുമ്പോ ഓരോ സെക്കൻഡിലും ഞങ്ങളെ വിളിച്ച് അവരെ പുറത്തിറക്കി അവരെ വീടുകളിൽ എത്തിക്കാതെ നിങ്ങൾ പുറത്തു പോകരുത് എന്ന് നിർദ്ദേശം തന്ന് പ്രവർത്തകന്മാരുടെ ഹൃദയത്തിൽ കീഴടക്കിയ പ്രിയപ്പെട്ട നായകൻ, അദ്ദേഹത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം പോലെ അദ്ദേഹം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായത് മലപ്പുറത്തിന്റെ ഒരു അഭിമാനമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, അനിയേട്ടനെ ഇരുത്തി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീടിന്റെ തറക്കല്ലിടൽ ഞങ്ങൾ നടത്തിയത് ജനുവരി മാസം 14-ാം തീയതിയാണ്. അനിയേട്ടന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കിൽ പറയുന്നത്. ഫെബ്രുവരി മാസം 14-ാം തീയതി ഞങ്ങൾ തറക്കല്ലിടുമ്പോ മലപ്പുറത്ത് കേരള സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസിന്റെ കരുത്തുറ്റ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. കാരണം ഇതൊരു വികാരാധീന നിറഞ്ഞ ഒരു സമയമാണ്. കാരണം ഇവിടെ രാധാകൃഷ്ണ മാഷ് നേരത്തെ പറഞ്ഞു ഷഹർബാൻ ഒരു പൊതുശല്യമാണ്.
സത്യമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു പ്രവണതയിൽ നിന്നും നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു പ്രവൃത്തിയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കുക എന്നുള്ളതുമാണ്. ഇവിടെ പറഞ്ഞല്ലോ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സിബി ടീച്ചർ, പി രാധാകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം സി സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, റോയ് തോമസ്, കുഞ്ഞു മൊയ്തീൻ, ജബാർ കെ.ടി, മുബീന തസ്നി, സുനിൽ ബാബു വാക്കാട്ടിൽ, ഹാരിസ് കളത്തിൽ, അബു താഹിർ തങ്ങൾ, ആമിന മോൾ, സൈബുന്നിസ, വി പ്രകാശ് ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ റൌഫ്, സൈദലവി മാമ്പള്ളി, അഷ്റഫ് പരിയന്തടത്തിൽ, വിപിൻ പുഴയ്ക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത 5 വർഷം കൊണ്ട് 5 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.